അല്ലെങ്കിൽ അവർ വീക്കായതുകൊണ്ട് ഞാൻ അവരെ ഇതാക്കാം. അപ്പോൾ വീക്കല്ല, അവരവിടെ അസേർട്ടീവ് ആവുന്നുണ്ട്, അവരവിടെ സ്വന്തം കാര്യം പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ റിജക്ഷൻ ആയിട്ടാണ് ജെയ്മി അവിടെ എടുക്കുന്നത്. അല്ലാതെ എല്ലാവർക്കും അവനവൻ്റെ ഭാഗം പറയാനുള്ള അവകാശമുണ്ട് എന്നല്ല. അവിടെ സ്ത്രീകളവിടെ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ദേ ഡോണ്ട് നീഡ് അസ് എന്നുള്ള കാര്യമായിട്ടാണ് ജെയ്മിക്ക് അവിടെ ഫീൽ ചെയ്യുന്നത്. റിജക്ഷൻ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്, ഷെയിം ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇതും നമുക്ക് വളരെ പരിചിതമാണല്ലേ. നമ്മളുടെ സമൂഹത്തിൽ വളരെയധികം അന്തർലീനമായിട്ട് നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണത്. പലപ്പോഴും സ്ത്രീകളവിടെ അസേർട്ടീവായിട്ട് സംസാരിക്കുമ്പോൾ, സ്ത്രീകളവിടെ നോ പറയുമ്പോൾ അതിനെ കോൺഫിഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ എമ്പതിയോടുകൂടി ഡീൽ ചെയ്യുന്ന എത്ര പുരുഷന്മാരുണ്ടായിരിക്കാം. അവിടെ റിജക്ഷനാണ് എല്ലാ പുരുഷന്മാർക്കും ഫീൽ ചെയ്യുക സ്വാഭാവികമായിട്ടും. എന്നാൽ ആ റിജക്ഷനെ മാന്യമായിട്ട് ഡീൽ ചെയ്യുന്ന എത്ര പേരുണ്ട്? പലപ്പോഴും അതെ, സ്ത്രീകൾക്ക് അവിടെ നമ്മളെ വേണ്ടാന്നുള്ള രീതിയിലേക്കാണ് എടുക്കുന്നത് അല്ലേ. അതുതന്നെയാണ് പലപ്പോഴും ആ റിജക്ഷൻ തന്നെയാണ് അതുണ്ടാക്കുന്ന ആങ്കറും അതുണ്ടാക്കുന്ന എൻടൈറ്റിൽമെൻറ്റും. എന്തോ പാടില്ലാത്തത് സംഭവിച്ചു, എന്നെ റിജക്റ്റ് ചെയ്യാനും മാത്രം അവളായോ എന്നുള്ള ധാരണയും തന്നെയാണ് പലപ്പോഴും ആസിഡ് ആക്രമണങ്ങൾക്കും ഇതുപോലെയുള്ള കൊലപാതകങ്ങളിലേക്കും വരെ നയിക്കുന്നത്.